Good morning, all. Good morning, ma'am. Morning, ma'am. Can you submit the Nokia? Nokia എല്ലാവരും. Drug and pharmaceuticals. ഇതാരും ഒന്നും പറയാത്തെ നോക്കില്ല. മാം നോക്കിയിട്ടില്ല. പരമാവധി നോക്കുക കേട്ടോ. ഓരോ ദിവസം എടുക്കുന്നത് കുറച്ച് പോർഷൻസ് അല്ലേ എടുക്കുന്നുള്ളൂ. മാം അത് ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞ് ബാക്കിത്തെ നോക്കി വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. 6th batch ആണോ? സിക്സ്ത് ബാച്ചാ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കോൺവെക്കേഷൻ സെറിമണിക്ക് വന്നിട്ട് പറഞ്ഞില്ലേ ഡീറ്റെയിൽസ് ഒക്കെ? 15th കോൺവെക്കേഷൻ സെറിമണി ആയിരുന്നല്ലോ സാറ്റർഡേ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? ലാസ്റ്റ് ഓക്കെ. പാക്കിംഗ് അല്ലേ മിസ് എടുത്തോണ്ടിരിക്കുന്നത്? പാക്കിംഗ് ലാസ്റ്റ് സെക്ഷൻ ആണ് മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പാക്കിംഗ് എന്നുള്ള സെക്ഷൻ. അതില് both capsules and tablets are also packed in customer bottle. Packing of 30 or 100 etc. എന്താണ് കസ്റ്റമർ ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന വിറ്റാമിൻ ടാബ്ലറ്റ്സുകള്. അതല്ലെങ്കിൽ എന്താണ് അസ്താലിൻ റൊട്ടേക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്താലിൻ ഈ ശ്വാസം മുട്ടുള്ള ഒരു വലിക്കുന്ന ഒരു ഡിവൈസിലെ കണ്ടിട്ടുണ്ടോ മെഷീൻ? ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ അതെന്താണ്? ഒരു ബോട്ടിലല്ലേ വരുന്നത്? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ വലിക്കുന്ന ഗുളിക. അപ്പൊ അതിൽ എത്ര ടാബ്ലറ്റ്സ് ഉണ്ടാവും? ഒരു 30 അതല്ലെങ്കിൽ അതിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അല്ലെ ടാബ്ലറ്റ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ബോട്ടിൽ എന്താണ് 30 മുതൽ 100 ക്യാപ്സൂൾ വരെ ഉൾക്കൊള്ളുന്നു അല്ലെ, കണ്ടെയ്ൻ ചെയ്യുന്നു. ഇഞ്ചക്ഷൻ ആർ പാക്കറ്റ് നെക്സ്റ്റ് മുതലാണ് എടുക്കാനുള്ളത് അല്ലെ. Injections are packed in glass bottle as PLC. ഇഞ്ചക്ഷൻ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് നമ്മ? അതില് കണ്ടോ? ഇഞ്ചക്ഷൻ എങ്ങനെയാണ്? ഗ്ലാസ് ബോട്ടിലായിരിക്കും അല്ലേ? അല്ലേ കണ്ടിട്ടില്ലേ? നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് നഴ്സുമാർ ആ സിറിഞ്ച് വെച്ചെടുക്കുന്ന ആ ബോട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഗ്ലാസ് ബോട്ടിലായിരിക്കും ഇഞ്ചക്ഷന് ഉണ്ടായിരിക്കുന്നത്. Oral suspensions is in powder form packed in plastic and glass bottle, whereas syrup and the liquid suspensions are supposed to be packed in glass bottle and plastic bottles. നമ്മൾ ഈ ഓറൽ സസ്പെൻഷൻസിന് വേണ്ടി നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകൾ അതെങ്ങനെയാണ് വരുന്നത്? പൗഡേഴ്സ് ആയിട്ടായിരിക്കും അല്ലെ? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചിൽഡ്രൻസിന് കൊടുക്കുന്നത് ആന്റിബയോട്ടിക്സ്, അസിത്രോമൈസിൻ പോലെയുള്ള ആന്റിബയോട്ടിക്സുകൾ അതെങ്ങനെയുള്ള ഒരു ബോട്ടിലാണ്? ഗ്ലാസ് ബോട്ടിലാണോ? രണ്ടിലും കാണാം അല്ലെ? രണ്ടിലും കാണാലോ. പ്ലാസ്റ്റിക് ബോട്ടിലും ഗ്ലാസ് ബോട്ടിലും കാണാം അല്ലെ? രണ്ടിലും കാണാം. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ കൂടെ ഒന്നില്ലെങ്കിൽ വാട്ടർ ഉണ്ടാവും അല്ലെ? അത് നമുക്ക് മിക്സ് ചെയ്യുന്നതിനുള്ള വാട്ടർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിളപ്പിച്ചാറിയ വെള്ളത്തില് ആ പൗഡർ ലിക്വിഡ് ആക്കും അല്ലെ? ആ ഷേക്ക് ചെയ്ത് ലിക്വിഡ് ആക്കും.
അപ്പൊ ഇങ്ങനെയുള്ള ഓറൽ സസ്പെൻഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിറപ്പുകൾ, ലിക്വിഡ് ആയിട്ടുള്ള സിറപ്പുകൾ നമുക്ക് എന്തിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതുമായ ബോട്ടിൽസിൽ കാണാൻ സാധിക്കുന്നു. നമ്മൾ കഫ് സിറപ്പുകളൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? കഫ് സിറപ്പുകൾ പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കും അല്ലെ ഭൂരിഭാഗം വരുന്നത്, അല്ലേ? കൂടാതെ നമ്മ വാങ്ങിക്കുന്ന വിറ്റാമിൻ അതല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് വെക്കാനുള്ള സിറപ്പുകൾ കിട്ടുമല്ലോ, വാങ്ങിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊക്കെ തരാറുണ്ട് മിക്ക ലേഡീസിനും. അപ്പൊ അതെന്തായിരിക്കും? ചിലപ്പോ ഭൂരിഭാഗം ഗ്ലാസ് ബോട്ടിലായിരിക്കും വരുന്നത് അല്ലെ? ഗ്ലാസ് ബോട്ടിലല്ലേ കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഓറൽ സസ്പെൻഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ലിക്വിഡ് സിറപ്പുകൾ നമ്മ എന്താണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മ പറഞ്ഞു എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ട് അല്ലെ? എക്സ്റ്റേണൽ ഓയിൻമെന്റ്സുകൾ അല്ലെ, ലിക്വിഡുകള്, ബാമുകൾ അല്ലെ, പുറമെ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയൊക്കെയാ കണ്ടിരിക്കുന്നത്? എങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്? ഓയിൻമെന്റ്സുകള് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പ്ലാസ്റ്റിക് ഉണ്ട്, അലുമിനിയം ട്യൂബ്സുകളിൽ അല്ലെ. അതല്ല എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഓയിൽ കണ്ടിട്ടില്ലേ? ഓയിൽ നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഉണ്ട് അല്ലെ, ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അല്ലെ ഹെയറിന് ഉപയോഗിക്കുന്ന ഓയിലുകളുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഓയിലുകളുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ കണ്ടിട്ടില്ലേ? അപ്പൊ നോക്കിയേ, external applications such as oil are packed in glass or plastic bottles. എന്താണ് നമ്മൾ external application വേണ്ടി അല്ലെ, നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന ഓയിലുകൾ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചത് അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലായിരിക്കും പാക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് അതർ external applications like ointments packed in plastic or aluminum tubes അല്ലെ, നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ആയിട്ട് പൊട്ടലുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ജെല്ലുകൾ അല്ലെ, ഓയിൻമെന്റ്സുകളൊക്കെ എന്താണ് പ്ലാസ്റ്റിക്കോ അതല്ലെങ്കിൽ അലുമിനിയം ട്യൂബ്സിലായിരിക്കും പാക്ക് ചെയ്യുന്നത്. The tablets or capsules are typically packed in 1:10 and such 10 strips or blisters are packed again in customer packing. എന്താണ് നമ്മ വാങ്ങിക്കുന്ന ടാബ്ലറ്റുകൾ അതല്ലെങ്കിൽ ഒരു എന്താണ് മെഡിസിനിലെ ക്യാപ്സൂളുകൾ അത് എത്ര എണ്ണം ഉണ്ടാവും? ഒരു പാക്കിൽ ഒരു സ്ട്രിപ്പിൽ എത്ര എണ്ണം ഉണ്ടാവും? പാരസെറ്റമോൾ എണ്ണം എടുത്തു നോക്കിയേ, 10 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമർ പാക്കിങ്ങിൽ എത്ര ഉണ്ടാവും? 10 സ്ട്രിപ്പുകള് അതല്ലെങ്കിൽ 10 എന്താണ് ബ്ലിസ്റ്റേഴ്സ് അല്ലെ, നമ്മൾ പറഞ്ഞ എന്താണ് ക്യാപ്സൂളുകളൊക്കെ വരുന്ന സ്ട്രിപ്പുകളാണ് അല്ലെ. അങ്ങനെയുള്ള 10 സ്ട്രിപ്പുകളായിട്ടായിരിക്കും ഒരു പാക്കിങ്ങിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മൾ പറയാറില്ലേ ഒരു ഡസൻ, ഒരു കവറിൽ ഒരു ഡസൻ സാധനങ്ങളാണെന്ന്. അപ്പൊ അതിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ടോട്ടല് 12 എണ്ണം ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ ക്യാപ്സൂളുകൾ ഒരു കസ്റ്റമർ പാക്കിങ്ങിൽ എന്താണ് ഒരു സ്ട്രിപ്പിൽ 10 എണ്ണം അടങ്ങുന്ന 10 സ്ട്രിപ്പുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ആയി. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കോ. മിസ് എടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് മിസ് എടുത്തത് എല്ലാവരും കംപ്ലീറ്റ് ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അക്രഡിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? ആദ്യ മിസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഹിസ്റ്ററി തുടങ്ങിയില്ലേ മിസ്? അതില് ലാസ്റ്റ് സെക്ഷനിൽ വരുന്ന ജോയിന്റ് കമ്മീഷൻ ഉണ്ടല്ലേ, ജെസിയുടെ ഒരു
ഹിസ്റ്ററി ഒക്കെ മിസ് എടുത്തില്ലേ? കൂടാതെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ക്വാളിറ്റി മാനേജ്മെന്റിൽ JCയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ചെറിയൊരു പോർഷൻ. അപ്പൊ JCA എന്നുള്ള സെക്ഷൻ മിസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചിട്ട് മിസ് അത് സ്റ്റാർട്ട് ചെയ്യാം. ക്വാളിറ്റി മാനേജ്മെന്റിൽ നമുക്ക് കുറച്ച് പഠിച്ചല്ലോ JCA കുറിച്ച്. അപ്പൊ ഈ പാഠം ഒന്ന് മിസ് എടുത്തതൊന്ന് നോക്കിയേ, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അത് തുടങ്ങാം. പെട്ടെന്ന് നോക്കാം. ബാച്ച് നമ്പർ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, പാക്കിംഗ് ഡേറ്റ്, ഷെഡ്യൂൾ ഡ്രഗ്സുകള്, ജനറൽ ഡ്രഗ്സുകള്, ജനറൽ ഡ്രഗ്സും ഷെഡ്യൂൾ ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ അല്ലേ, നോട്ടബിൾ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ അല്ലേ, അത് നല്ലോണം പഠിക്കാട്ടോ. അതിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, എക്സാമിന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പൊ നോട്ടബിൾ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ ഒന്ന് കറക്റ്റ് ആക്കി നോക്കി വരുത്താം, മാറിപ്പോകാതെ കേട്ടോ. പിന്നെ സ്റ്റോറേജ് പ്രിക്കേഷൻസ്, RXന്റെ ഡെഫിനിഷൻ, പിന്നെ GMP, ഡ്രഗ് ലൈസൻസ്, ഈ അതർ ഷെഡ്യൂൾ ആൻഡ് ദെയർ സമ്മറി ഇല്ലേ, അതില്ല ഷെഡ്യൂൾ ഡി അടയാളപ്പെടുത്തിയ, ഷെഡ്യൂൾ ഡി അടയാളപ്പെടുത്താം, ഷെഡ്യൂൾ എഫ്, ഷെഡ്യൂൾ ഡി, ഷെഡ്യൂൾ എഫ്, ഷെഡ്യൂൾ എൻ, ഷെഡ്യൂൾ എൻ, ഷെഡ്യൂൾ പി, ഷെഡ്യൂൾ ടി,
ടി അടയാളപ്പെടുത്താം കേട്ടോ. ഷെഡ്യൂൾ ടി. ഷെഡ്യൂൾ എഫിലെ ഫുൾ കേട്ടോ. ഷെഡ്യൂൾ എഫ്, F1, F2, F3, FF. ഷെഡ്യൂൾ എൻ. ഷെഡ്യൂൾ എൻ. ഷെഡ്യൂൾ പി പറഞ്ഞ മിസ്. പി ട്ടോ. ഷെഡ്യൂൾ പി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഷെഡ്യൂൾ പി. ഷെഡ്യൂൾ ടി. ഷെഡ്യൂൾ ടി. ഷെഡ്യൂൾ ബി ആൻഡ് ഡബ്ല്യു. ബിയും ഡബ്ല്യു അതും കൂടി ഒന്ന് അടയാളപ്പെടുത്താം. ഇത്രയും നോക്കണം കേട്ടോ. ഇത്രയും ഷെഡ്യൂളുകൾ നിർബന്ധമായി നോക്കണം കേട്ടോ. ക്ലിയർ ആണോ ചാപ്റ്റർ? ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കാലോ മിസ്. സ്റ്റാർട്ട് ചെയ്യാലോ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് പഠിച്ചിട്ടില്ലേ? അതേപോലെ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിപ്ലോമയില് അതിലുള്ള കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അല്ലെ, കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് കേട്ടോ ഇത്, അക്രഡിറ്റേഷൻ എന്നുള്ളത്. JCA അല്ലെ, JCA എന്ന് പറഞ്ഞാൽ എന്താ? JCA സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചിട്ടുള്ളതാണ്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെ. ഇത് എന്താ ചെയ്യുന്നത്? ജോയിന്റ് കമ്മീഷൻ. JCA എന്താ? പേജ് JCA എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? JCA അക്രഡിറ്റേഷൻ ബോർഡ് അല്ലെ. എന്തിനൊക്കെയാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്? ഹോസ്പിറ്റലിന് മാത്രമാണോ അക്രഡിറ്റേഷൻ നൽകുന്നത് JCA? അല്ല, 8 ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് അല്ലെ. 8 കാറ്റഗറീസ് അല്ലെ, 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ നൽകുന്നത്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസ് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ എന്തുണ്ട്? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് അല്ലെ. എന്താണ്? സ്റ്റുഡൻസിന് അല്ലെ, മെഡിക്കൽ സ്കൂൾസുകൾ അല്ലെ, റിസർച്ചുകൾ നടക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ സ്കൂളുകൾക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ്? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ ആണോ? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് ലാബുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ക്ലിനിക്കൽ ലബോറട്ടറീസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഹോം കെയർ ഫെസിലിറ്റീസിന് അല്ലെ. എന്താണ്? ചില പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അപ്പൊ എന്താണ്? ഹോം കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള ഹോം കെയർ ഫെസിലിറ്റീസിന് നൽകുന്നുണ്ട്. പിന്നെ എന്താണ്? ലോങ് ടേം കെയർ ഫെസിലിറ്റീസിന്
ലോങ് ടേം കെയർ ഫെസിലിറ്റീസിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? എക്സാമ്പിൾ ഏതൊക്കെയാണ്? റിട്ടയർമെന്റ് ഹോം അല്ലെ, റിട്ടയർമെന്റ് ഹോം, പാലിയേറ്റീവ് കെയർസ്, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് അല്ലെ, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് അല്ലെ. അതിനൊക്കെ എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് എന്താണ്? ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓൾഡ് ഏജ് ആയവർക്ക് അവരെന്താണ് ഒരു പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട് അല്ലെ, പ്രായാധിക്യം കൊണ്ട് അവർക്ക് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റെസിഡൻഷ്യൽ കെയർസ് ആണ് അല്ലെ കൊടുക്കുന്നത്. അവരെ അവിടെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട പരിചരണമാണ് അല്ലെ കൊടുക്കുന്നത്, ലോങ് ടേം ആയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ജെറിയാട്രിക് കെയർ സെന്റേഴ്സിനൊക്കെ എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷന് നൽകുന്നുണ്ട് അല്ലെ. മെഡിക്കൽ ട്രാൻസ്പോർട്ട് എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയർ ആംബുലൻസ് പോലെയുള്ള സർവീസുകൾക്ക് അല്ലെ, എയർ ആംബുലൻസ് അല്ലെ, എയർ ആംബുലൻസ് സർവീസ്. അപ്പൊ എന്താണ് നമുക്ക് ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരാൾക്ക് ഒരുപാട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങോട്ട് നമുക്ക് കൊച്ചിയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ, എറണാകുളം കൊച്ചി. ആ ഒരു സിനിമയിൽ കണ്ടിട്ടില്ലേ എയർ ആംബുലൻസ്, പൃഥ്വിരാജിന് പേര് മറന്നുപോയി. അനാർക്കലി സിനിമയിൽ കാണിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ പൃഥ്വിരാജിന് അത്രയും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുമ്പോ അല്ലെ അവരെന്താണ് എയർ ആംബുലൻസിലാണ് അല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അല്ലെ എത്തുന്നതിന് വേണ്ടിയിട്ട്. ഇവര് വാട്ടർ വഴിയാണ് വരുന്നതെങ്കിലും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എയർ ആംബുലൻസുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി, പിന്നെ നമ്മുടെ എന്തിനു വേണ്ടിയിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾക്കും നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെയാണ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ നൽകുന്നത്. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് JCI ഈ 8 ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? എന്തിന്റെയൊക്കെ ബേസിസിലാണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി, പിന്നെന്താണ് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ക്വാളിറ്റി കെയർ അല്ലെ, പഠിച്ചതല്ലേ? ക്വാളിറ്റി കെയറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ജസ്റ്റ് കൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം. ഈ JCI സ്ഥാപിച്ചത് എന്താണ്? കറക്റ്റ് രീതിയിൽ അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്തത് 1990-ലാണ് അല്ലെ, 1990-ലാണ്. പക്ഷേ നമുക്കറിയാം 1917 അല്ലെ, 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡുകൾ വെച്ച് കാണിട്ട് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ എസ്റ്റാബ്ലിഷ് ചെയ്തില്ലേ 1917. അതിനുശേഷം 1951 ആയപ്പോ എന്ത് ചെയ്ത അതില് സെവറൽ അതർ പ്രൊഫഷണൽ അസോസിയേഷൻസ് അല്ലെ, മറ്റ് പ്രൊഫഷണൽ അസോസിയേഷൻ മറ്റു ഗ്രൂപ്പുകളും കൂടി ആഡ് ചെയ്തിട്ട് അവരിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്ത് ജോയിന്റ് കമ്മീഷൻ തുടങ്ങിയില്ലേ 1951 ആണോ? ഇതൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചില്ലേ? നിങ്ങൾ? ഇത് നല്ല രീതിയിൽ ഒരു നമ്മുടെ മോഡേൺ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ സ്റ്റാൻഡേർഡുകളെ ഉൾക്കൊള്ളിച്ച് കറക്റ്റ് രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് 1990. ആദ്യം ഇതിന്റെ ചെറിയ ചെറിയ ഒരു ലോ ലെവൽ സ്റ്റാൻഡേർഡുകൾ അല്ലെ. പണ്ട് ഇത്ര അഡ്വാൻസ്ഡ് ആയിരുന്നോ ഹോസ്പിറ്റൽസ്? ഇത്ര അഡ്വാൻസ്ഡ് ആയിരുന്നോ? ഇല്ല അല്ലെ. അപ്പൊ അതിനുള്ള സ്റ്റാൻഡേർഡുകളാണ് 1951. 1917 ആ മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകളായിരുന്നു.
പിന്നീട് നമ്മുടെ ഹോസ്പിറ്റൽസ് അല്ലെ എന്താണ് കുറെ മോഡേൺ ആയിട്ടുള്ള അല്ലെ അത്യാധുനിക രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരുപാട് വളർന്നു അല്ലെ ആധുനികമായിട്ട് അല്ലേ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. അപ്പൊ അതിന് വേണ്ട അല്ലെ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ നമ്മുടെ JCI കൊണ്ടുവന്നു. ക്ലിയർ ആണോ? മിസ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ. മിസ്സിന് ഇത് എടുക്കുമ്പോ പറയാം JCI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഒരു സ്വതന്ത്ര ഓർഗനൈസേഷൻ അല്ലേ, ഇൻഡിപെൻഡന്റ് അല്ലേ. പിന്നെ ഇതെന്താണ് നോൺ പ്രോഫിറ്റ് ആണ് അല്ലെ, ലാഭേച്ഛയില്ലാത്ത അല്ലെ ആണോ, ഒരു തരത്തിലുള്ള ലാഭം പ്രതീക്ഷിക്കാതെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിന്റെ പരിചരണം എന്താണ് ക്വാളിറ്റിയും അളക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, അസസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ JCI സ്ഥാപിച്ചിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നോൺ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ. അതുവഴി ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകള് പേഷ്യൻസിന്റെ സേഫ്റ്റി ക്വാളിറ്റി കെയർ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ JCIയുടെ ലക്ഷ്യം എന്താണ്, ലക്ഷ്യം എന്തായിരിക്കും? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ അല്ലെ, എല്ലാ രോഗികൾക്ക് അല്ലെ വേൾഡ് വൈഡ് ആണ് അല്ലെ, ഇന്റർനാഷണൽ ലെവലിലല്ലേ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇന്ത്യയിൽ മാത്രമുള്ള ആളുകൾക്കാണോ, ഹോസ്പിറ്റലിനാണോ? സേഫ്റ്റി ക്വാളിറ്റി അല്ലെ ഇന്ത്യയിലുള്ള ജസ്റ്റ് നാബ് പോലെ നാഷണൽ ലെവലിലാണോ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് JCI? ആണോ? അല്ല, ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്തായിരിക്കും, നമ്മുടെ JCIയുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇന്റർനാഷണൽ ലെവലില് എല്ലാ രോഗികൾക്കും അല്ലെ എന്താണ് സാധ്യമായ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം നൽകുക എന്നതാണ് JCIയുടെ ലക്ഷ്യം അല്ലെ. ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ജനങ്ങൾക്കും അല്ലെ വേൾഡ് വൈഡ് എല്ലാ ജനങ്ങൾക്കും ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ലഭ്യമാക്കുക എന്നതാണ് JCIയുടെ ലക്ഷ്യം അല്ലെ. ആണോ? എന്തൊന്നും പറയാത്തെ? ക്ലിയർ അല്ലേ? മിസ് പറയുന്നത് ഓക്കെ അല്ലേ എല്ലാവർക്കും? പിന്നെ JCI എത്ര വർഷം കൂടുമ്പോഴാണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുത്തു, JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു. അത് എത്ര വർഷം കൂടും അവർ എന്ത് ചെയ്യും, പുതുക്കും, റിസർവേ നടത്തും? 3 വർഷം കൂടും അവര് റിസർവേ നടത്തും അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡുകളിൽ അവര് റിസർവേ നടത്തും. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമായിരിക്കുമല്ലോ. ആ ഒരു റിസർവേ നടത്തി പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ JCIയുടെ അക്രഡിറ്റേഷൻ ആ ഹോസ്പിറ്റലിന് എത്ര നാള് നിലനിൽക്കുന്നുണ്ട്? 4 വർഷം അല്ലേ അല്ലേ? ആണോ? ക്ലിയർ ആയോ? ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ, വ്യത്യാസം മനസ്സിലാക്കാം. JCIയുടെ അക്രഡിറ്റേഷനുള്ള സ്റ്റാൻഡേർഡുകള് അവർ പുതുക്കുന്നത് റിസർവേ നടത്തുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. പക്ഷെ ആ റിസർവേ നടത്തി ആ ഒരു നിയമം ആ ഒരു അക്രഡിറ്റേഷൻ പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമായിരിക്കും. അപ്പൊ ആ JCIയുടെ അക്രഡിറ്റേഷൻ ആ ഹോസ്പിറ്റലിന് 4 വർഷമാണ് കാലാവധി ഉള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? പിന്നെ JCIയുടെ എന്താണ് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, ഓർഗനൈസേഷൻ അല്ലെ ഹെൽത്ത് ഹോസ്പിറ്റൽ സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടല്ലോ. ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്, മിസ് ജസ്റ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റി മാനേജ്മെന്റിൽ നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് ആര് ഭാഗത്തുനിന്ന് റിപ്ലൈ ഇല്ലല്ലോ, മറന്നുപോയോ എല്ലാം? ഉണ്ടോ? പറയണത് മിസ് പറയണോ?
സ്റ്റാൻഡേർഡുകൾ പറയണോ? പറയേ, റിപ്ലൈ താഴെ മിസ് എടുത്തുവോ? ബാക്കി എടുക്കാം. സ്റ്റാൻഡേർഡുകൾ മിസ് ജസ്റ്റ് ഒന്ന് പറയണോ? എന്താ ചെയ്യണ്ടേ? പറയണം. നമുക്ക് JCIയുടെ 5th എഡിഷൻ നിലവിൽ വന്നത് എന്നാണ്? 5ാമത്തെ എഡിഷൻ നിലവിൽ വന്നത് 1st April 2014 അല്ലെ? അതിൽ എന്തുണ്ട്? 4 സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. ഈ 5th എഡിഷനിലെ നമ്മൾ 4 സെക്ഷനായി തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് സെക്ഷൻ 1 അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിന് ലഭിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് മാനുവൽസ് വേണം, സേഫ്റ്റി മാനുവൽസ് അല്ലെ, ക്വാളിറ്റി അങ്ങനെയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വേണം. വേണ്ടേ സർട്ടിഫിക്കറ്റുകൾ? ഇപ്പൊ നിങ്ങൾ ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിലെ ഫസ്റ്റ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അല്ലേ? നിങ്ങളുടെ അഡ്രസ്സിന് വേണ്ട പ്രൂഫ് ഹാജരാക്കണം. ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ നിങ്ങൾ? ഉണ്ട്. അതേപോലെ എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? റിക്വയർമെന്റ്സ്. എന്താണ്? 3 മാനുവൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? 3 മാനുവൽസ് വേണ്ടേ? അതേപോലെ എന്താണ്? നമ്മുടെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുത്ത അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അല്ലെ? ആണോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 2 വരുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ അല്ലെ? പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള, ഒരു രോഗിയെ കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, മാനദണ്ഡങ്ങൾ. അതിൽ എന്താണ് ഫസ്റ്റ് വരുന്നത്? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ അല്ലെ? ഇന്റർനാഷണൽ ലെവലില് പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ? പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ, കാര്യങ്ങൾ അല്ലെ? എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാണ്, അതല്ലെങ്കിൽ ഒരു പുതിയ എക്യുപ്മെന്റുകൾ കൊണ്ടുവരാണ്, അതല്ലെങ്കിൽ ഒരു സർവീസ് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കണം? ഒരു റേഡിയേഷൻ ചെയ്യുമ്പോഴും നമ്മൾ എന്തിനാണ് ആദ്യം മുൻതൂക്കം കൊടുക്കേണ്ടത്? പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലേ? പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് അല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത്? നമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകള്, ടെസ്റ്റുകള്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യൻസിന് അവരെ ജീവൻ രക്ഷിക്കാനല്ലേ? അവരെ ലൈഫ് സേവ് ചെയ്യാനല്ലേ? അപ്പൊ എന്താണ് പേഷ്യന്റ് സേഫ്റ്റി ഗോള്? ഫസ്റ്റ് വരുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡില് ഫസ്റ്റ് വരുന്നത് IPSG അല്ലെ? എന്താണ്? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോള്. രണ്ടാമത് വരുന്നത് അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ? ACC പഠിച്ചിട്ടില്ലേ? ക്വാളിറ്റി അഷുറൻസ് മാബില് പഠിച്ചിട്ടുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെ? പേഷ്യൻസിന് എങ്ങനെയുള്ള കെയർ ലഭിക്കണം, അസസ് ചെയ്യണം ഹോസ്പിറ്റലിൽ നിന്ന്? നല്ല രീതിയിലുള്ള അല്ലെ? ഗുഡ് അല്ലെ? ആണോ? ഏവറേജ് കെയർ കിട്ടിയാൽ ഹൈ ക്വാളിറ്റി അല്ലെ? ഏവറേജ് കെയർ കിട്ടിയാൽ മതിയോ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന്? മിനിമം കെയർ കിട്ടിയാൽ മതിയോ? പോരാ അല്ലെ? ഹൈ ക്വാളിറ്റി ഉള്ള അല്ലെ? നല്ല ഗുണനിലവാരമുള്ള കെയർ ലഭിക്കണം. പിന്നെ എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിൽ ഒരു കണ്ടിന്യൂറ്റി വേണോ? ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എൻറ്റർ ചെയ്ത് അവരെ നിന്ന് അവർ എക്സിറ്റ് ചെയ്യുന്നത് വരെ എന്താണ്? പേഷ്യൻസിന്റെ കെയറിൽ ഒരു കണ്ടിന്യൂറ്റി വേണം അല്ലെ? ഒരു തുടർച്ച വേണം. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ്
PFR അല്ലെ, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ പേഷ്യൻസിന് അവരുടെ ഫാമിലിക്ക് റൈറ്റ്സുകൾ ഉണ്ടോ, അവകാശങ്ങളുണ്ടോ ഹോസ്പിറ്റലിൽ? ഉണ്ടോ? ഉണ്ട് അല്ലെ. എന്താണ് നമ്മുടെ അവകാശങ്ങൾ? എന്താ? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾ എന്താ? നല്ല പരിചരണം ലഭിക്കണം അല്ലെ, ക്വാളിറ്റിയുള്ള പരിചരണങ്ങൾ ലഭിക്കണം അല്ലെ, നല്ല ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കണം അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സർവീസുകൾ നമുക്ക് ലഭിക്കണം അല്ലെ, അതുവഴി നമുക്ക് എന്താണ് ബെറ്റർ ഔട്ട്കംസ് ലഭിക്കണം അല്ലെ, ആണോ? അതൊക്കെ എന്താണ് ഒരു പേഷ്യൻസിന്റെ അവരുടെ ഫാമിലിയുടെ അവകാശങ്ങളല്ലേ, റൈറ്റ്സ് അല്ലേ? നെക്സ്റ്റ് AOP, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിനെ അസസ്മെന്റ് ചെയ്യുക അല്ലെ, വിലയിരുത്ത. എങ്ങനെയാണ് പേഷ്യൻസിനെ വിലയിരുത്തേണ്ടത്? പറയേ, എടുത്തതല്ലേ, 2 ചാപ്റ്ററിൽ കഴിഞ്ഞതാണ്. പറയേ. സാറ്റിസ്ഫാക്ഷൻ. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗിൽ പഠിച്ചില്ലേ? ഫീഡ്ബാക്ക് ചോദിക്കുക അല്ലെ, സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാം, പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് അല്ലെ, എത്രത്തോളം ബെറ്റർ ആയിരുന്നു അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ഫീഡ്ബാക്ക് ചോദിക്കാം. എന്താണ് അവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് എങ്ങനെയുള്ള എന്താണ് കെയർ ആണ് ലഭിച്ചത് അല്ലെ, ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള അവരുടെ അഭിപ്രായം എങ്ങനെയാണ് അല്ലെ, അങ്ങനെ എന്താണ് അസസ്മെന്റ് നടത്താൻ അല്ലെ, വിലയിരുത്തുക. നെക്സ്റ്റ് കെയർ ഓഫ് പേഷ്യൻസ്, COP അല്ലെ, പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക, കെയർ ഓഫ് പേഷ്യൻസ്. നെക്സ്റ്റ് അനസ്തേഷ്യ, ASC അല്ലെ, ക്വാളിറ്റി കെയർ. നെക്സ്റ്റ് വരുന്നത് ASC, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ അല്ലെ, എന്താണ് പേഷ്യൻസിന് അനസ്തേഷ്യ തന്നെ നമുക്കറിയാം അല്ലെ, 3 തരത്തിലുള്ള അനസ്തേഷ്യ ഉണ്ട് അല്ലെ, ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഓരോന്നിന്റേതായ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ, റീജിയണൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട് അല്ലെ, ജനറൽ അനസ്തേഷ്യ ഉണ്ട് ഇല്ലേ? അനസ്തേഷ്യ കൊടുക്കുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് അല്ലേ. ഒരു അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ ആ പേഷ്യൻസിന്റെ ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയിട്ടല്ലേ ആ മെഡിസിൻ ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പേഷ്യൻസിന്റെ സുരക്ഷിതത്വം നോക്കണം അല്ലേ. അനസ്തേഷ്യയിലെ ഡോസില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻസിന്റെ ഡെത്ത് വരെ സംഭവിക്കാലോ, മരണം വരെ സംഭവിക്കാലോ, എന്തെങ്കിലും കൈപ്പിഴ വന്നു പോയാല്. അതേപോലെ സർജിക്കൽ കെയർ അല്ലേ, ആണോ? ഇതൊക്കെ പേഷ്യൻസിന്റെ സേഫ്റ്റിയിലെ മുൻനിർത്തുന്നത് അനസ്തേഷ്യയില്, സർജിക്കൽ കെയർസിലെ ഓപ്പറേഷനിലൊക്കെ പേഷ്യൻസിന്റെ സേഫ്റ്റിയിലെ മുൻനിർത്തുന്നത്, പേഷ്യൻസിനെ കൂടുതൽ കേന്ദ്രീകൃതമാക്കുന്നത്, ആണോ? അതാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ. നെക്സ്റ്റ് PFE എന്താണ്? പേഷ്യൻസ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഒരു പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രൊസീജിയർ നൽകുകയാണെങ്കിൽ അതിനെ കുറിച്ച് ആ പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും എഡ്യൂക്കേഷൻ അറിവ് വേണ്ടേ? അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, അവരെന്താണ് എന്തൊക്കെ ഭക്ഷണക്രമങ്ങൾ നോക്കണം അല്ലെ, ആണോ? അപ്പൊ എന്താണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ? ഇതൊക്കെയാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കൺവേ മെസ്സേജസ്, ഡേ ടു ഡേ അപ്ഡേറ്റുകൾ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ? നെക്സ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡുകൾ അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സുകൾ. നെക്സ്റ്റ് നോക്കിയേ QPS. ഫസ്റ്റ് വരുന്നത് QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന
ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടതാരാ? പുതിയ ഫെസിലിറ്റീസ് ആഡ് ചെയ്യുക, പുതിയ മെഷീനറീസ് കൊണ്ടുവരിക, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ആരാ ചെയ്യേണ്ടത്? പേഷ്യൻസ് ആണോ? പേഷ്യൻസ് ആണോ? ആണോ? അല്ല, പിന്നെ ആരാ? മാനേജ്മെന്റ് അല്ലേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് അല്ലേ? അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമുക്കറിയാം. ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് നാമിൽ പഠിച്ചല്ല ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലേ? ഓരോ പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ അസസ് ചെയ്തിട്ട് എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും അല്ലേ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ട പ്രവർത്തനങ്ങൾ കൊണ്ടുവരില്ലേ? അങ്ങനെ മാമിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തില് 2 പ്രവർത്തനങ്ങൾ എങ്കിലും അല്ലെ? ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രവർത്തനങ്ങളെങ്കിലും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണ്ടേ? വേണോ? മറന്നുപോയല്ല? മറന്നുപോയോ എല്ലാവരോ? മറന്നുപോയില്ല? ഓർമ്മയുണ്ട്. അപ്പൊ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? പേഷ്യന്റ് സേഫ്റ്റി. എന്താണ് മാനേജ്മെന്റ് പേഷ്യൻസിന്റെ സേഫ്റ്റിയെയും പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്നതിനുള്ള അല്ലെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. നെക്സ്റ്റ് പ്രിവെൻഷൻ. PCI എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ അല്ലെ? ലബോറട്ടറി എന്താണ് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതും തടയുന്നതുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണ്ടേ? നമ്മ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെ അതിൽ പഠിച്ചു അല്ലെ? നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെ? അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാം അല്ലെ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം അല്ലെ? ഇൻഫെക്ഷനെ തടയുന്നതിനും അല്ലെ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതാരാണ് അതിന് കൂടുതൽ നേതൃത്വം നൽകേണ്ടതാരാ? അത് നടപ്പിലാക്കേണ്ടതാരാ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലേ? നെക്സ്റ്റ് GLD. GLD എന്ന് പറഞ്ഞാല് ഗവർണൻസ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽ ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ? എന്താണ് ഹോസ്പിറ്റലിന് എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭരണം നടത്തുക അല്ലെ? നേതൃത്വം കൊടുക്കുക, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ അവര് ഭരണം നടത്തണം അല്ലെ? അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. എങ്ങനെ അവര് നേതൃത്വം എല്ലാ സ്റ്റാഫുകൾക്കും നേതൃത്വം നൽകണം. അവര് ഏത് രീതിയിൽ അവർക്ക് വേണ്ട ഡയറക്ഷൻസ് ദിശ നൽകണം. അതൊക്കെ ആരാ ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് മാനേജ്മെന്റ് അല്ലേ? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് കൺട്രോൾ ചെയ്യുന്നതും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നടത്തുന്നതും അവർക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ആരാണ്? മാനേജ്മെന്റ് അല്ലേ? അല്ലേ? ആണോ? അല്ലേ? അപ്പൊ എന്താണ് നെക്സ്റ്റ് വരുന്നത്? മാനേജ്മെന്റ് സെന്ററിന്റെ GLD. നെക്സ്റ്റ് FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അല്ലെ? ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി മാനേജ്മെന്റ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോ ഓരോ വർഷം ചെല്ലുന്തോറും ആ ഫെസിലിറ്റീസ് പുരോഗമിക്കുകയാണോ? ഒരു 10 വർഷം മുമ്പ് കണ്ട ഫെസിലിറ്റീസ് ആണോ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ളത്? ആണോ? അല്ലെങ്കിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം ആണോ? ആണോ? അല്ല അല്ലെ? ഫെസിലിറ്റി എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് അഡ്വാൻസ്ഡ് അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് അല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അതിന്റെ സേഫ്റ്റിയും കൂടി ഉറപ്പാക്കണം അല്ലെ? സുരക്ഷിതത്വം പേഷ്യൻസിന്റെ സേഫ്റ്റിയും കൂടി ഉറപ്പാക്കണ്ടേ? നെക്സ്റ്റ്
ഹോസ്പിറ്റലില് സ്റ്റാഫുകളെ നിയമിക്കുന്നത് ആരാ? സ്റ്റാഫുകളെ നിയമിക്കുന്നത് മാനേജ്മെന്റ് അല്ലേ? ആണോ? അപ്പൊ ആ സ്റ്റാഫുകൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതൊക്കെ നിശ്ചയിക്കുന്നത് ആരാ? സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, SQE, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഇതൊക്കെ നിശ്ചയിക്കുന്നത് ആരാ? മാനേജ്മെന്റ് അല്ലേ? ഇത്ര എക്സ്പീരിയൻസ് വേണം അല്ലേ, അല്ലെങ്കിൽ ഇത്ര ക്വാളിഫിക്കേഷൻ വേണം അല്ലേ? അപ്പൊ അതെന്താണ് നെക്സ്റ്റ് വരുന്നത്? നമ്മുടെ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് SQE. നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOI അല്ലെ? മാനേജ്മെന്റുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസ് അറിവ്. നമ്മ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ പഠിച്ചല്ലോ. അതേപോലെ മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകൾ അല്ലെ? ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകള്. അതിലെന്തൊക്കെയാ? മെഡിക്കൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ്. ഇപ്പൊ ഒരു മെഡിക്കൽ സെന്റർ ആണെങ്കിൽ, ഇപ്പൊ മെഡിക്കൽ സെന്ററിൽ എന്താണ് അവിടെ എഡ്യൂക്കേഷൻ നൽകുന്നുണ്ടാവുമല്ലോ സ്റ്റുഡൻസിന്, MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ നഴ്സിംഗിന് പഠിക്കുന്ന സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ പാരാ കോഴ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, വിദ്യാഭ്യാസം. അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇതോ മെഡിക്കൽ കോളേജുകളിലൊക്കെ അപ്പൊ ആ പഠിപ്പിക്കുന്ന ആൾക്ക് ആ മെഡിക്കൽ പ്രൊഫഷണലിന് എഡ്യൂക്കേഷൻ വേണ്ടേ? MPE. ഇപ്പൊ മിസ് പഠിപ്പിക്കുകയാണെങ്കിലോ മിസ്സിന് ഇല്ലേ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടേ? വെറുതെ വന്നിരുന്ന് പഠിപ്പിക്കാൻ പറ്റുമോ മിസ്സിന്? നിങ്ങൾക്ക് ഇല്ല അല്ലേ? അപ്പൊ എന്താണ് മെഡിക്കൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ? അതാണ് ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡുകള്, MPE. നെക്സ്റ്റ് വരുന്നതാണ് ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം, HRP. എന്താണ് ഹ്യൂമൻ സബ്ജക്ട് അല്ലെ? ഹ്യൂമൻസിനെ സബ്ജക്ട് ആക്കിക്കൊണ്ടുള്ള റിസർച്ച് പ്രോഗ്രാമുകളുടെ അതാണ് നെക്സ്റ്റ് HRP സ്റ്റാൻഡേർഡ് പറയുന്നത്. ഇത് JCIയുടെ സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ മിസ് പറഞ്ഞത്. പിന്നെ നമുക്കറിയാം നമ്മുടെ 5th എഡിഷനില് നമുക്ക് 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സുകൾ ഉണ്ട് അല്ലെ? മെഷറബിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷറബിൾ എലമെന്റ്സ് അളക്കാവുന്ന ഘടകങ്ങള്. നമുക്ക് ഹോസ്പിറ്റലിൽ ക്വാളിറ്റി ഉണ്ടോ അല്ലെ? ഗുണനിലവാരമുണ്ടോ, സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നൊക്കെ അളക്കാനുള്ള കുറച്ച് ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകൾ അല്ലെ? അവരുടെ ഔട്ട്കംസുകൾ ഉണ്ടോ? ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി, ആക്യുറസി അല്ലെ? കൃത്യത, കോസ്റ്റ് അല്ലെ? ചിലവ്, അതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതല്ലേ, അളക്കാൻ പറ്റുന്നതല്ലേ? ആണോ? ഇനി ഉണ്ട് കേട്ടോ, ഇനിയും പറയാം. ആണോ? അപ്പൊ അങ്ങനെയുള്ള 1160 മെഷറബിൾ എലമെന്റ്സുകൾ പറയുന്നുണ്ട് JCIയുടെ എഡിഷനില്. 5th എഡിഷനില് എന്താണ് 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സുകളും പറയുന്നുണ്ട്. പിന്നെ വേറെ നെക്സ്റ്റ് പറയുന്നത് JCIയുടെ സർവേ നടത്തുന്നത് എങ്ങനെയാണ്? സർവേ മെത്തഡോളജി ഉണ്ട് അല്ലേ? ആണോ? എന്ത് ചെയ്യും? സർവേയർ, JCIയുടെ സർവേയർ എന്ത് ചെയ്യും? നമ്മുടെ ഹോസ്പിറ്റലിന്റെ എന്താണ് യൂണിറ്റ്സുകൾ അല്ലെ? വേരിയസ് യൂണിറ്റ്സുകളില് പ്രവർത്തനങ്ങളെ വിലയിരുത്തുമല്ലോ. ഓൺസൈറ്റ് സർവേ നടത്തല്ലേ? ഓൺസൈറ്റ് സർവേ നടത്തിയിട്ടല്ലേ? ആണോ? അല്ലാണ്ട് വെറുതെ ഹോസ്പിറ്റലിൽ വരാതെ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കോ?
അവിടുത്തെ പ്രവർത്തനങ്ങള് വന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷമല്ലേ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ സർവേയർ നമ്മുടെ ഹോസ്പിറ്റലിലെ ഓർഗനൈസേഷന്റെ വേരിയസ് യൂണിറ്റ്സുകളുടെ എന്താണ് പ്രവർത്തനങ്ങളെ ഓൺസൈറ്റ് ആയിട്ട് അല്ലെ ആ സൈറ്റിൽ വന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അക്രഡിറ്റേഷൻ സർവീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അക്രഡിറ്റേഷൻ സർവീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും പേഷ്യൻസിനെയും വെർബൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തോ? ഡയറക്റ്റ് ഒബ്സർവേഷൻ ഇന്റർവ്യൂ അല്ലെ പേഷ്യൻസിന്റെ എന്താണ് പേഷ്യൻസിനോടും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും ഡയറക്റ്റ് ആയിട്ടല്ലേ അഭിമുഖം നടത്തല്ലേ ഇന്റർവ്യൂ നടത്തും. കൂടാതെ എന്താണ് രോഗി പരിചരണ പ്രക്രിയയിലെ പേഷ്യന്റ് കെയർ പ്രോസസ്സില് എന്ത് ചെയ്യും? ഓൺ സൈറ്റ് ഒബ്സർവേഷൻസ് നടത്തും അല്ലെ. നേരിട്ട് വന്ന് അവർ ഒബ്സർവേഷൻ നടത്തിയതിന് ശേഷം ആണ് ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഓൺസൈറ്റ് എന്താണ് ഒബ്സർവേഷൻ നടത്തി ഹോസ്പിറ്റലിലേക്ക് സ്കോറിംഗ് നടത്തിയതിന് ശേഷം അല്ലെ ആ സ്കോർ നോക്കിയിട്ടല്ലേ ഹോസ്പിറ്റലിലേക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ആ സ്കോർ വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത്. ക്ലിയർ ആയോ? ഇത് മിസ് JCAയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മിസ് പറഞ്ഞത്. ഇന്നിപ്പോ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ മിസ് എടുക്കുന്നത് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്നത് മിസ് എടുത്തിട്ടില്ല. ഇതൊന്ന് ജസ്റ്റ് ഒരു ബേസ് തന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? പല ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചാണ്, എന്നാലും മിസ് പറയാനൊരു നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബേസ് തന്നത്. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈ സെക്ഷനിൽ പറയുന്നത് കേട്ടോ. പല രീതിയിൽ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇന്നിപ്പോ മിസ് പറഞ്ഞ കാര്യങ്ങള് JCA എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ അല്ലെ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്, JCA ആണ്. 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് ഇത് സ്ഥാപിച്ചത്. അതിനുശേഷം 1951 ആയപ്പോഴേക്കും ഇതിലെന്താണ് മറ്റ് സെവറൽ അതർ എന്താണ് പ്രൊഫഷണൽസ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇതിൽ കൂടിയോജിച്ചിട്ട് ഇവരെന്ത് ചെയ്ത് ജോയിന്റ് കമ്മീഷൻ എന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു, ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചു 1951 അല്ലേ. ഇത് മോഡേൺ ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് 1990 JCI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇതെന്താണ്? നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് അല്ലേ. നോൺ പ്രോഫിറ്റ് പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ബോഡിയാണ് അല്ലേ. Joint Commission International JCI. Joint Commission International JCI is one of the world's leading non-profit patient safety organization. എന്താണ്? ലോകത്തിലെ പ്രമുഖ നോൺ പ്രോഫിറ്റ് അല്ലെ, എന്താണ് നമ്മുടെ ലാഭം പ്രതീക്ഷിക്കാതെ പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ ഒന്നാണ് JCI അല്ലെ. മിസ് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇത് അല്ലേ. ഒരു ലാഭേച്ഛയും ഇല്ലാതെ പേഷ്യൻസിന്റെ സേഫ്റ്റി മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI. JCI seeks a world where every patient receives the
high quality of care possible. എന്താണ് എല്ലാ രോഗികൾക്കും ഏറ്റവും സാധ്യമായ അല്ലെ, എല്ലാ പേഷ്യൻസിനും വേൾഡ് വൈഡ് ആണ് അല്ലെ, അല്ലെ ഇന്റർനാഷണൽ ലെവലിലല്ലേ? ആണോ? ഇന്റർനാഷണൽ ലെവലിലല്ലേ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? അപ്പൊ വേൾഡ് എന്താണ്, നമ്മുടെ എല്ലാ രോഗികൾക്കും അല്ലെ, വേൾഡിലുള്ള എല്ലാ രോഗികൾക്കും സാധ്യമായ അല്ലെ, അവർക്കാവുന്ന പോസിബിൾ ആയിട്ടുള്ള അല്ലെ, സാധ്യമായ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ലഭ്യമാക്കുക എന്നതാണ് JCIയുടെ ലക്ഷ്യം അല്ലെ. മിസ് പറഞ്ഞല്ലേ ഇത്? എളുപ്പമായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്ന് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ. ജസ്റ്റ് മിസ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തന്നതാണ് JCIയുടെ. നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് JCIയുടെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്. പിന്നെ ഇന്ന് ടീച്ചർ ഇന്ന് ലീവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് പീരീഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, നെക്സ്റ്റ് പീരീഡ് ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഓൾ. മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം.